ആമക്കുഞ്ഞിന് വഴിയിൽ നിന്ന് ആകർഷകമായ ഒരു വിത്ത് കിട്ടി. അതുമായി വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു അത് വിശിഷ്ടമായ ഒരു വൃക്ഷത്തിന്റെ വിത്താണെന്നും അത് കുഴിച്ചിടാൻ. ആമക്കുഞ്ഞ് വീടിന്റെ മുറ്റത്ത് ഇഷ്ടമുള്ള ഒരിടത്ത് മണ്ണ് മാന്തി അതവിടെ കുഴിച്ചിട്ടു. എല്ലാ ദിവസവും വെള്ളമൊഴിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്തു. അതൊന്ന് മുളച്ചു വരും എന്നായപ്പോൾ വലിയ ഒരു കൊടുങ്കാറ്റും കുത്തിയൊലിക്കുന്ന മഴയും ഉണ്ടായി. ആ മഴയുടെ കുത്തിയൊഴുക്കിൽ ആമക്കുഞ്ഞ് കുഴിച്ചിട്ട വിത്തും ഒഴുകി മറഞ്ഞു. ആമക്കുഞ്ഞ് വാവിട്ട് കരഞ്ഞു. അമ്മ പറഞ്ഞു കാത്തിരിക്കൂ, നല്ലതേ സംഭവിക്കൂ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ആമക്കുഞ്ഞ് വിത്ത് കുഴിച്ചിട്ടതിന് തൊട്ട അകലെയായി ഒരു നാമ്പ് വളർന്നുയർന്നു വന്നു. അത് ആമക്കുഞ്ഞ് കുഴിച്ചിട്ട വിത്തിന്റെ നാമ്പായിരുന്നു. അത് മെല്ലെ വളർന്ന് ഉയർന്ന് പടർന്ന് പന്തലിച്ച് വലിയൊരു വൃക്ഷമായി തീർന്നു. വലിയ തണലും ഏറ്റവും രുചികരമായ പഴങ്ങൾ നൽകുന്ന വലിയ വൃക്ഷം. അടപടലം എല്ലാം ഇളകി താണുപോയി എന്ന് കരുതുന്നിടത്ത് ചിലപ്പോൾ അതൊക്കെ ഉയർന്ന് ശക്തമായി വളർന്നു വന്നേക്കാം. ഞായർപ്പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദൈവം എൻ്റെ ജീവിതത്തെ സമൃദ്ധമാക്കും. ദൈവം എൻ്റെ ജീവിതത്തെ സമ്പന്നമാക്കും. ദൈവം എൻ്റെ ജീവിതത്തെ ധന്യമാക്കും. ദൈവം എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. മധ്യപൂർവ്വ ദേശങ്ങളുടെ നടുക്ക് കിടക്കുന്ന പെർഷ്യൻ ഉൾക്കടലിലൂടെ വിശാലമായ അറബിക്കടലിലേക്ക് ഇറങ്ങി ഈ രാഷ്ട്രങ്ങൾക്ക് കച്ചവടം ചെയ്യാനുള്ള ഏക ഗേറ്റാണ് ഹോർമൂസ് കടലിടുക്ക്. ഓ, അവിടെയും ബാറ്റ് ഇവിടെയും ബാറ്റ്. ഇത് കഴിച്ചാൽ ഞാൻ നിപ വന്ന് ഔട്ടാവും. ആകസ്മികമായി ചിലത് സംഭവിച്ചേക്കാം. എന്നാൽ ചിലർ കരുതിക്കൂട്ടി ചെയ്യുന്നതുമാകാം. അങ്ങനെ ജീവിതം തകർന്നടിഞ്ഞ് കുഴിയുടെ താഴത്തെ അറ്റത്തെത്തുമ്പോൾ അവിടെ നിന്ന് ഒരു പിടിവള്ളിയിൽ പിടിച്ചു കയറി ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനത്ത് എത്തുന്നവരുമുണ്ട്. അവർക്ക് തങ്ങളെ കുഴിയിലേക്ക് എറിഞ്ഞവരോട് വേണമെങ്കിൽ ശക്തമായി പ്രതികാരം ചെയ്യാം. എന്നാൽ അപൂർവം ചിലരാകട്ടെ തങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണം ഈ വീഴ്ചയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ ചെയ്തവരോട് ക്ഷമിക്കും. തന്നെ കുഴിയിലേക്ക് എറിഞ്ഞവർ നിരാലംബരായ അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കിയാൽ വേണ്ടി വന്നാൽ അവരെ ചേർത്ത് നിർത്തുകയും ആവാം. അങ്ങനെ ഒരാളായിരുന്നു നമ്മുടെ ജോസഫ്. അഭിനയ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തയുടെ സന്ദേശം തുടരുന്നു. 11ാമൻ ജോസഫ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹബന്ധവനും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വേദപുസ്തകത്തിലെ ഒരു വലിയ ആളത്വമാണ്, വ്യക്തിത്വമാണ് പരിശുദ്ധനായ യൗസേപ്പ്. യൗസേപ്പ് ഗോത്രപിതാക്കന്മാരിൽ ഒരാളായിരുന്നു. യാക്കോബിൻ്റെ 12 മക്കളെയാണ് ഗോത്രപിതാക്കന്മാർ എന്ന് പിൽക്കാലത്ത് വിളിക്കപ്പെടുന്നത്. അബ്രഹാമും ഇസഹാക്കും യാക്കോബും അവർ ഗോത്രപിതാക്കന്മാർ തന്നെ. എന്നാൽ യാക്കോബിൻ്റെ 12 മക്കൾ ഗോത്രപിതാക്കന്മാരായി പിന്നീട് പരിഗണിക്കപ്പെടുന്നുണ്ട്. രൂബേൻ, ശമോൻ, ലേവി, യഹൂദ എന്നിങ്ങനെ പോകുന്നു യാക്കോബിൻ്റെ പുത്രന്മാർ. അവരിൽ ആദ്യത്തെ 10 പേർ കൂടി യൗസേപ്പിനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. അങ്ങനെയാണ് യൗസേപ്പ് മിസ്രൈമിലെത്തുന്നത്. ഈ മിസ്രൈമിൽ എത്തുന്ന സന്ദർഭത്തിൽ അവിടെ ലോകത്തെങ്ങും വലിയ ക്ഷാമമുണ്ടായി. ഇസ്രായേലിൽ ക്ഷാമമുണ്ടായി. ആ കാലത്ത് മിസ്രൈമിൽ നിന്ന് ധാന്യം വാങ്ങിക്കേണ്ടതിന് യാക്കോബ് തൻ്റെ പുത്രന്മാരായ
10 പേരെ അയക്കുകയാണ്. അങ്ങനെ അവർ മിസ്രൈമിൽ വന്നപ്പോൾ യൗസേപ്പ് ഫറവോൻ്റെ ഒരു വലിയ പ്രിയങ്കരനായ ഉദ്യോഗസ്ഥനായി മാറിക്കഴിഞ്ഞിരുന്നു. യൗസേപ്പാണ് ധാന്യം മറ്റുള്ളവർക്ക് വിൽക്കുന്നതിനുള്ള പ്രധാന ചുമതല ഉണ്ടായിരുന്നത്. യൗസേപ്പിൻ്റെ അടുക്കലേക്കാണ് ഈ യാക്കോബിൻ്റെ ആദ്യത്തെ 10 പേർ വരുന്നത്. അതായത് യൗസേപ്പിൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ. അവർ വരുമ്പോൾ യൗസേപ്പ് സ്വയം വെളിപ്പെടുത്തിയില്ല. യൗസേപ്പ് അവർക്ക് ധാന്യങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം ഏറ്റവും ഒടുവിലായി നാം കാണുന്നത് യൗസേപ്പ് സ്വയം തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് വെളിപ്പെടുകയാണ്. അവസാനം അവർ തിരിച്ചറിയുന്നു യൗസേപ്പ് തങ്ങളുടെ ഇളയ സഹോദരനാണെന്നും അവനെയാണ് അവർ മിസ്രൈമ്യർക്ക് വിറ്റുകളയുന്നതിന് ഇടയായതെന്നും. ഇത് വളരെ വികാരനിർഭരമായ ഒരു സന്ദർഭമായിരുന്നു. ആ സന്ദർഭത്തിൽ ഈ സഹോദരങ്ങൾ വളരെയധികം വികാരാധീനരായി മാറുകയാണ്. യൗസേപ്പിനെ നോക്കുവാൻ പോലുമുള്ള ധൈര്യം അവർക്കുണ്ടായില്ല. ആ സന്ദർഭത്തിൽ യൗസേപ്പിൻ്റെ പ്രവർത്തന ശൈലിയും സമീപനവും എത്രയധികം ഉത്കൃഷ്ടമായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. 45-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ യൗസേപ്പ് തൻ്റെ സഹോദരങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത് ശ്രദ്ധേയമാണ്. നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യൗസേപ്പാകുന്നു ഞാൻ എന്ന് പറഞ്ഞ് സ്വയം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ സ്തംഭിച്ചുപോയ സഹോദരങ്ങളോട് പറയുകയാണ്, വിഷാദത്തിലായിപ്പോയ സഹോദരങ്ങളോട് യൗസേപ്പ് പറയുകയാണ്, നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചതാകും. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചതാണ്. ദൈവത്തിൻ്റെ പദ്ധതിയാണിത്. വീണ്ടും പറയുകയാണ്, ആകയാൽ നിങ്ങളല്ല ദൈവമത്രേ എന്നെ അയച്ചത്. വീണ്ടും 50-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലും യോസേപ്പ് ഇത് ആവർത്തിക്കുന്നുണ്ട്. യോസേപ്പ് അവരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ അതിനെ ഗുണമാക്കി തീർത്തു. ഇങ്ങനെ നിങ്ങളെനിക്ക് ദോഷം ചെയ്തു, ദൈവമോ അതിനെ ഗുണമാക്കി തീർത്തു. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഏറ്റവും ഒടുവിൽ നിങ്ങൾ ചെയ്ത ദോഷം എനിക്ക് ഗുണമായി തീർന്നു എന്ന് അവരോട് പറയുന്നത് മധ്യസ്ഥർ മുഖേന ജ്യേഷ്ഠ സഹോദരങ്ങൾ യൗസേപ്പിനോട് ക്ഷമ ചോദിക്കുന്നതിന് വേണ്ടി ഏർപ്പാട് ചെയ്തു. അതിനുശേഷമാണ് പറയുന്നത് ഈ വാചകം. ജ്യേഷ്ഠ സഹോദരന്മാർ 40 മുതലുള്ള 50 വരെയുള്ള അധ്യായങ്ങളിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ 40 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ പറയുകയാണ്, യൗസേപ്പിൻ്റെ മുൻപാകെ അവർ മുട്ടുകുത്തി, സാഷ്ടാംഗം പ്രണമിച്ചു, കുനിഞ്ഞു എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. യൗസേപ്പിൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത, ദൈവതിരുസന്നിധിയിൽ ദൈവമാണ് എൻ്റെ ജീവിതത്തെ ഉയർത്തിയതെന്നുള്ള ഭാവം, തനിക്ക് ദോഷം ചെയ്ത ഒരു ശത്രുവിനെ പോലെ പെരുമാറിയ സഹോദരങ്ങളോട് ക്ഷമിക്കുവാനുള്ള മനസ്സ്, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞ് അവരോട് ഹൃദയപൂർവമായി
പൊറുക്കുവാനുള്ള ഹൃദയത്തിൻ്റെ വിശാലത, അതെല്ലാം യൗസേപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. യൗസേപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതിനു മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഗോഡ് വിൽ ഇൻക്രീസ് എന്ന ഇംഗ്ലീഷിൽ, ദൈവം എന്നെ വർദ്ധിപ്പിക്കും, ദൈവം എൻ്റെ ജീവിതത്തെ സമൃദ്ധമാക്കും, ദൈവം എൻ്റെ ജീവിതത്തെ സമ്പന്നമാക്കും, ദൈവം എൻ്റെ ജീവിതത്തെ ധന്യമാക്കും, ദൈവം എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. ദോഷത്തിൻ്റെ നടുവിൽ ആ സാഹചര്യങ്ങളെല്ലാം ഗുണമാക്കി തീർക്കുന്ന വലിയവനായ ദൈവം ഇന്നും ജീവിക്കുന്നു. കുഞ്ഞുങ്ങളെ, ദൈവതിരുസന്നിധിയിൽ അങ്ങനെ ഒരു ആളത്വത്തെ ശരിപ്പെടുത്തിയെടുക്കുവാൻ, പാകപ്പെടുത്തിയെടുക്കുവാൻ യോസേപ്പ് നമുക്കെപ്പോഴും ഒരു മാതൃകയാണ്. ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. എന്റെ അമ്മോ, പണി പാളി. Bat out. ഓ, അവിടെയും ബാറ്റ് ഇവിടെയും ബാറ്റ്. ഇത് കഴിച്ചാൽ ഞാൻ നിപ വന്ന് ഔട്ടാവും. ഓടറാ. ഇവന്മാര് കാരണം ഇപ്പൊ ഒരു സാധനവും കഴിക്കാൻ പറ്റാതായി. പണ്ടൊക്കെ എത്ര മാങ്ങ കഴിച്ചതാ. നിലത്ത് വീണ് കിടക്കുന്നതോ വവ്വാൽ ഉൾപ്പെടെയുള്ള പക്ഷികൾ കടിച്ചതോ ആയ പഴങ്ങൾ ഒരിക്കലും കഴിക്കരുത്. തലച്ചോറിൽ അണുബാധയുണ്ടാക്കുന്ന മാരക രോഗമായ നിപ പകരുന്നതിനും ഇത് കാരണമാകും. വവ്വാലിന്റെ കാഷ്ടം കലർന്ന പാനീയങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും നിപ രോഗികളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയും ഈ രോഗം നമ്മളിലേക്ക് എത്താം. നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങളിൽ നിന്നും വവ്വാൽ അഥവാ ബാറ്റിനെ നമുക്ക് അകറ്റി നിർത്താം. അതോടൊപ്പം ബാറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും അകലം പാലിക്കാം. നമുക്ക് നിപ്പയെ ബാറ്റ് ഔട്ടാക്കാം. അപ്രതീക്ഷിതമായി നമ്മുടെ നാട്ടിലെ ഹോട്ടലുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ഹോട്ടലിൽ പോയി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ചാലോ, ഒരു പാഴ്സൽ വാങ്ങി വീട്ടിൽ പോകാം എന്ന് കരുതിയാലോ നടക്കാത്ത അവസ്ഥ. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഏറെ കൗതുകകരമായ ഉത്തരമാണ് ലഭിക്കുക. ഇറാനിൽ യുദ്ധം നടക്കുന്നു. അവർ ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ്. നമ്മുടെ ഹോട്ടലിലെ ഭക്ഷണവും ഹോർമൂസ് കടലിടുക്കുമായി എന്താണ് ബന്ധം? ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. നമ്മൾ ജോഗ്രഫി ക്ലാസ്സിൽ ഹോർമൂസ് കടലിടുക്കിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. മധ്യപൂർവ്വ ദേശങ്ങളുടെ നടുക്ക് കിടക്കുന്ന പേർഷ്യൻ ഉൾക്കടലിലൂടെ വിശാലമായ അറബിക്കടലിലേക്ക് ഇറങ്ങി ഈ രാഷ്ട്രങ്ങൾക്ക് കച്ചവടം ചെയ്യാനുള്ള ഏക ഗേറ്റാണ് ഹോർമൂസ് കടലിടുക്ക്. ഏതാണ്ട് 100 കിലോമീറ്റർ നീളവും 33 കിലോമീറ്റർ മാത്രം വീതിയുമുള്ള ഈ ചെറിയ കടലിടുക്കിൻ്റെ ഇരുവശങ്ങളിലായി കിടക്കുന്ന ഇറാനും ഒമാനുമാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. പ്രാചീന കാലം തൊട്ടേ ഈ കടലിടുക്കിന് വലിയ വാണിജ്യ പ്രാധാന്യമുണ്ടായിരുന്നെങ്കിലും ഇന്ന് കാണുന്ന പ്രാധാന്യം കൈവരിക്കുന്നത് 20-ാം നൂറ്റാണ്ടിൽ വലിയ എണ്ണശേഖരങ്ങൾ മധ്യപൂർവ്വ രാജ്യങ്ങളിൽ കണ്ടുപിടിച്ചതോടുകൂടിയാണ്.
നമുക്കറിയാവുന്നതുപോലെ ഇന്നും ലോകത്തിലെ പ്രധാന ഊർജ സ്രോതസ് പെട്രോളിയം പ്രൊഡക്ട്സാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിവിധ രാജ്യങ്ങൾ പെട്രോളിയം വാങ്ങിക്കുന്നതിനായിട്ട് ഈ കടലിടുക്കിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഏതാണ്ട് 20% പെട്രോൾ വ്യാപാരം നടക്കുന്നത് ഈ കടലിടുക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇത് അടച്ചു കളഞ്ഞാൽ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇത് തകിടം മറിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നു ചെന്ന് എണ്ണ വാങ്ങേണ്ട സ്ഥിതി കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു ചോദ്യമാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രഷ്യസ് റിസോഴ്സ് ആയിരിക്കുന്ന ഈ എണ്ണ ഇത്ര ദുർഘടമായ ഒരു സ്ഥലത്താണോ പ്രകൃതി വെച്ചിരിക്കുന്നത്? കൂട്ടുകാരെ, ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. എല്ലാ വിലയേറിയ സംഗതികളും അനായാസം കൈവശമാക്കാമെന്ന് ആരും കരുതേണ്ട. അതിനായി വലിയ വില കൊടുക്കേണ്ടി വരും. ഇത് തന്നെ യേശുക്രിസ്തുവും മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജീവനിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതും വഴി ദുർഘടവുമാണ്, അതുകൊണ്ട് തന്നെ അതിലൂടെ കടക്കുന്നവർ വളരെ ചുരുക്കമാണ്. നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ ദൈനംദിന ജീവിതത്തിൽ ഈ നിയമം വളരെ സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാവുന്ന പോലെ പരീക്ഷയിൽ ഉന്നതമായ വിജയവും നല്ല അഡ്മിഷനും ഒക്കെ കിട്ടുന്ന കൂട്ടുകാർ മറ്റുള്ളവർ കളിച്ച് നടക്കുന്ന സമയത്ത് ആ കളികളെല്ലാം മാറ്റിവെച്ച് പഠിക്കുക എന്നുള്ള ദുർഘട മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ഇത് പഠനത്തിലും മാർക്കിലും മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത് സത്യമാണ്. അത് സ്പോർട്സിലായാലും സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും കരിയറിലായാലും എവിടെയും വിജയിക്കുന്നവർ വളരെ ചുരുക്കമാണ്. പക്ഷേ വിജയിക്കുന്നവർ ഇതുപോലെ ദുർഘട മാർഗത്തിലൂടെ കടന്നു പോയവരാണ്. ഒരിക്കൽ അല്ലെങ്കിൽ 1-2 തവണ ദുർഘട മാർഗത്തിലൂടെ കടന്നു പോയതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിലെ ദുർഘട മാർഗങ്ങൾ അവസാനിച്ചു എന്ന് കരുതണ്ട. അത് എല്ലാ സ്റ്റേജിലും നമ്മളോടൊപ്പമുണ്ട്. എണ്ണ കൊണ്ടുപോകുന്നതിലും ഈ ദുർഘട മാർഗം ഹോർമോസ് കടലെടുക്കുകൊണ്ട് തീരുന്നില്ല. വീണ്ടും കിഴക്കൻ പ്രദേശത്തേക്ക് പോകേണ്ട കപ്പലുകളെ കാത്ത് മറ്റൊരു കടലിടുക്ക് നിൽപ്പുണ്ട്. അതാണ് മലേഷ്യയുടെ അടുത്തുള്ള മലാക്കൻ കടലിടുക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹോർമോസ് കടലിടുക്കിനെ പറ്റിയുള്ള വാർത്തകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത, അനായാസമായിട്ട് ഒന്നും ലഭിക്കുകയില്ല. ദുർഘട മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നവർക്കാണ് ജീവിതത്തിൽ വിജയം വരിക്കുവാൻ സാധിക്കുക എന്നുള്ളത് മറക്കാതിരിക്കട്ടെ. ക്വസ്റ്റ്യൻ ടൈം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ടൈമിൽ ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യം, അതിന്റെ ഉത്തരം. യാക്കോബിന്റെ മക്കളിൽ 12ാമൻ ആരായിരുന്നു? ബെന്യാമീൻ. കൂട്ടുകാരുടെ എല്ലാം ഉത്തരങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഗോത്രപിതാക്കന്മാർ എത്ര പേർ? പ്രിയമുള്ള കൂട്ടുകാരെ, ചോദ്യങ്ങളെല്ലാം വളരെ എളുപ്പമാണ്. ഉത്തരങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ടീം ലീഡേഴ്സിന് അയക്കാൻ മറക്കാതിരിക്കുക. ഞായർപ്പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തിരുവനന്തപുരത്ത് വിളിക്കുന്നവർ 271310 എന്ന ഫോൺ നമ്പർ പുറത്തുവയ്ക്കുക. ഞായർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSIബോധനം.org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വൈകിട്ട് 7 മണിക്ക് ഗ്രിഗോറിയൻ ടിവിയിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. മുടങ്ങാതെ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചച്ചൻ സന്തോഷ് പറയുന്നു. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും.